ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ 5:40 ആ ടൈമൊക്കെ കണ്ടപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ ഒന്ന് നടക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒന്ന് നടക്കാൻ പോകാമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായിട്ടാണ് വിചാരിക്കണേ. പക്ഷേ ഇന്നാണ് ഇപ്പോൾ ഞാൻ നടക്കാൻ പോകൽ തുടങ്ങിയത്. ഇപ്പോൾ നോമ്പൊക്കെ ആയതിന് ശേഷം കുറച്ച് വെയിറ്റ് കൂടിയോയെന്ന് സംശയം. വെയിറ്റ് കൂടിയെന്ന് സംശയമല്ല, വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചെടുക്കണം. അപ്പോൾ എപ്പോഴും എനിക്ക് വെയിറ്റ് കൂടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വർക്കൗട്ടും അതുപോലെ തന്നെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യലുണ്ട്, ഡയറ്റൊക്കെ ചെയ്യലുണ്ട്. ഇപ്പം ഞാൻ കുറേ ആയിട്ട് ചെയ്തിട്ട് കുറേ ആയിക്കുണ്ട്, ഒരു വർഷത്തോളമായി ഞാൻ അപ്പോൾ ഇത് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല അത്യാവശ്യം വെയിറ്റൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ദിവസമായല്ലോ ഇപ്പോൾ നടക്കാൻ പോകണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര ദിവസം നടക്കുന്നൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ഇപ്പോൾ എൻ്റെ കൂടെ 2-3 പേരൊക്കെ ഉണ്ട് കേട്ടോ നടക്കാൻ. അങ്ങനെ പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യുന്ന കാര്യം കുഞ്ഞിരാഗ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. വർക്കൗട്ട് എത്രയും ചെയ്യുക, പക്ഷേ ഫുഡ് ചെയ്യുമ്പോൾ ഷുഗറും അതുപോലെ തന്നെ എണ്ണ പലഹാരങ്ങളൊക്കെ ഒന്ന് കുറച്ചാൽ മതി. ഫുഡ് എന്തിനാണ് കൺട്രോൾ. പക്ഷേ എനിക്ക് വർക്കൗട്ട് ചെയ്യുന്ന കൂടെ തന്നെ ഫുഡും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ കിട്ടലുള്ളൂ കേട്ടോ. ഒരു 1 kg അല്ലെങ്കിൽ 2 ഒക്കെ അങ്ങനെ കുറയലുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കണ്ട് തന്നെയാണ് ഇത് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1-ാം തീയതി ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നടത്തൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചെത്തിയിട്ട് 6:30 ആകുമ്പോൾ തന്നെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂറോളം നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ദിവസമല്ലേ, നമുക്ക് കുറേശ്ശെ അങ്ങനെ നടന്ന് അങ്ങനെ ആവാമെന്നുള്ളതിൽ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് ഞാനിതാ വെള്ളം കുടിക്കണം. ഈ വെള്ളം ഞാൻ ഡയറ്റ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരു വെള്ളമാണ്. നമ്മൾ പട്ട തിളപ്പിച്ച വെള്ളം. അത് ഞാൻ രാത്രി തിളപ്പിച്ച് വെക്കും കേട്ടോ. ഒരു ചെറിയ 2-3 കഷ്ണം പട്ടിട്ടിട്ട് അത് നല്ല തിളപ്പിച്ചിട്ട് വെക്കും. എന്നിട്ട് രാവിലെ ഞാൻ അത് ചെറിയ ചൂടിലൊന്ന് കുടിക്കും. വലിയൊരു ഗ്ലാസ്സിന് കുടിക്കും കേട്ടോ. അപ്പോൾ നല്ല എഫക്റ്റാണ് കേട്ടോ. നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലൊരു വെള്ളമാണ് കേട്ടോ പട്ട തിളപ്പിച്ച വെള്ളം. അപ്പോൾ ഒന്നുകിൽ ഞാൻ അങ്ങനെ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ചെറിയ ജീരകം ഇട്ടിട്ട് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഞാൻ നമ്മളെ മുന്തിരില്ലേ, എന്താണ് കറുപ്പ് കിസ്മിസ് ചെറുത്, അത് തലേന്ന് രാത്രി വെള്ളത്തിലിട്ടേക്കും. എന്നിട്ട് അത് രാവിലെ അത് നല്ല അങ്ങനെ എന്താ പറയുക, ആ വെള്ളത്തിൽ നല്ല കലക്കിയിട്ട് അത് അങ്ങനെ കുടിക്കൂട്ടാം. നല്ല ഇതാട്ടോ, നല്ല റിസൾട്ട് തന്നെ കുടിച്ചാൽ നമുക്ക് നല്ല വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ കുടിച്ചതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പുറത്തെ കിച്ചണിൽ ഇപ്പോൾ ഭയങ്കര ചൂടാട്ടോ. ഷീറ്റാണ്, ഫുള്ളായിട്ട് ഷീറ്റാണല്ലോ. അപ്പോൾ ഒരു 9-10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഷീറ്റ് ഇങ്ങോട്ട് ചൂടായിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അത്ര ചൂടാണ്. അപ്പോൾ രാവിലെ ഞാൻ പെട്ടെന്ന് പണികളൊക്കെ കഴിക്കാമെന്നുള്ളതിൽ അങ്ങനെ വന്നിട്ടോ. പിന്നെ ആണെങ്കിൽ മോണ്ടന് ഇപ്പോൾ കാക്കാൻ്റെ കടയിൽ പോകുന്നുണ്ട്. അപ്പോൾ അവനക്ക് ഫുഡ് കൊണ്ടുപോകാനുണ്ട് കേട്ടോ. അപ്പോൾ അവന് 8:30 ആകുമ്പോഴത്തേന് പോവും. അപ്പോൾ അവനക്കുള്ള ചോറും കറികളൊക്കെ ആവാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഫുഡൊക്കെ ആക്കാമെന്നുള്ളതിൽ കിച്ചണിലേക്ക് വന്നതാട്ടോ. അപ്പോൾ മോണ്ടനിപ്പോൾ എന്നൊന്നും കടയിൽ പോകണില്ല. കടയിൽ പോണ ദിവസം ഞാൻ റൈസ് കുക്കറിൽ ചോറ് വെച്ചിട്ടാണ് അവനക്ക് കൊടുക്കൽ. അപ്പോൾ എന്തായാലും നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ വേവലില്ല ചോറ് ഇട്ടാൽ. ഞാൻ ഇത്രയും നേരത്തൊന്നും ഞാൻ അടുപ്പ് പിടിപ്പിക്കലില്ല. എങ്ങനെയായാലും ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അടുപ്പ് പിടിപ്പിക്കലുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ ആയതുകൊണ്ട് തന്നെ വേഗം കിച്ചണിലേക്ക് വന്നിട്ട് വേഗം അടുപ്പ് പിടിപ്പിച്ചിട്ട് ചോറ് ആദ്യം വെക്കുക. എന്നിട്ട് എന്താ പറയുക, കടികൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ ഉണ്ടാക്കാമെന്നുള്ളതിൽ അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ ഞാൻ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ചോറിൻ്റെ ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടിരുന്നു, നമ്മൾ ആദ്യം കാലം അടുപ്പത്ത് വെച്ചതിന് ശേഷം തീ പിടിപ്പിക്കുക, അപ്പോൾ പുക പുറത്തേക്ക് വരില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തീ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് ചേട്ടാ. പുക ഉള്ളിലേക്ക് പുറത്തേക്ക് നല്ല വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാധാ പിടിപ്പിക്കൽ തീയൊന്ന് നല്ല പിടിച്ചതിന് ശേഷം കലം വെച്ച് കൊടുക്കുക ചെയ്യാം. പിന്നെ ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടാ, അങ്ങനെ സാധാ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു. അല്ലാതെ വെച്ചിട്ട് നല്ല പുക പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കി, പക്ഷേ പറ്റണില്ല, തീ പിടിച്ചിട്ടുന്നില്ല, അതാണ് സംഭവം. അങ്ങനെ ഇനിയിപ്പോൾ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മൾ അരി അരച്ച ദോശ ഇല്ലേ, അതാണ് കേട്ടോ ചൂടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരിയൊക്കെ ഞാൻ അരച്ച് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ ഞാൻ രാവിലെ എണീറ്റ പാടിൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആവോലിൻ്റെ ചെറിയ കുട്ടികൾ, അതാണ് കേട്ടോ മീൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മസാല ഒക്കെ തേച്ച് വെക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കുളി കഴിഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതിലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നടന്ന് വന്നതിന് ശേഷം നല്ല വേർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
അപ്പോൾ ഞാനിപ്പോൾ അധികതും രാവിലെ കുളിക്കാൻ നോക്കൂട്ടെ. രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രാവിലെ തലവേദന, മൈഗ്രെയിൻ്റെ തലവേദനയാണ്. അപ്പോൾ രാവിലെ ഞാൻ അധികതും രാവിലെ തന്നെ അങ്ങോട്ട് കുളിക്കാൻ നോക്കും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് കുളിക്കാൻ പോകുന്നുള്ളതിൽ നിൽക്കാം കേട്ടോ. അപ്പോൾ ഞാനല്ലേ നമ്മൾ മീൻ കട്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെച്ചിട്ട് നമ്മൾ മീൻ ഫ്രിഡ്ജിൽ വെച്ച പാത്രം, അതുപോലെ തന്നെ മീൻ കഴുകി അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അപ്പം തന്നെ കഴുകി വെച്ച്. അതുപോലെ തന്നെ എനിക്കിഷ്ടമല്ല കേട്ടോ ഇങ്ങനെ ഒരുപാട് പാത്രങ്ങൾ കൂടി കിടന്നിട്ടായി കഴുകൽ ഇഷ്ടമല്ല. ഞാൻ ആവണ പാത്രങ്ങൾ അപ്പോഴേ അങ്ങോട്ട് കഴുകും. പിന്നെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത്യാവശ്യം പാത്രങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മുന്നേ ഉള്ള പാത്രങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാത്രങ്ങളുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത് കഴുകാനായി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മടി വരും. അപ്പോൾ അതങ്ങനെ ഒരു ഇതായി നിൽക്കില്ല നമുക്ക്. അപ്പോൾ ഞാൻ അപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പം തന്നെ അങ്ങോട്ട് അങ്ങോട്ട് കഴിക്കും. അങ്ങനെ ഇപ്പം ഞാനിതാ മീനൊക്കെ മസാല പൊട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്ക് മീനൊക്കെ ഒന്ന് മസാല പിടിക്കുമല്ലോ. അങ്ങനെ അപ്പോഴേക്കും ഇതാ വെള്ളം തിളച്ച് വന്നു. ഞാൻ അരി കഴുകി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരി കഴുകി ഇട്ടതിന് ശേഷം ഞാൻ പിന്നെ കുളിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പം അവിടെ നല്ല അത്യാവശ്യം വേവുള്ള അരിയാണ്. അപ്പോൾ അതവിടെ കിടന്ന് വെന്തോളും. ഇപ്പം 7 മണിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ ടൈം. അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ പിന്നെ അകത്ത് പുതപ്പ് മടക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്തായാലും ചോറ് വേണമല്ലോ. ചോറ് വെന്തതിന് ശേഷമാണ് പിന്നെ കറിയൊക്കെ അടുപ്പത്ത് വെക്കാനുള്ളത്. അങ്ങനെ അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ദോശയൊക്കെ അരച്ച് വെച്ചത് ചുടട്ടെ എന്നുള്ളതിലാട്ടോ. അപ്പോൾ ദോശക്ക് അന്ന് നമ്മൾ കറി ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. തലേന്നത്തെ പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കറീൻ്റെ പണി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ദോശ ചുട്ടിട്ട് ഇതിപ്പോൾ നമ്മൾ സാധാ അരി അരച്ചിട്ടുള്ള ദോശയില്ലേ. അപ്പം ഞാൻ നമ്മളെ വീഡിയോയിൽ ഒരു ഷോർട്ടിൽ ദോശൻ്റെ ഒരു ഷോർട്ട് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് മലപ്പുറത്തുകാരുടെ സ്വന്തം ദോശ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് അതിൽ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മലപ്പുറത്ത് മാത്രമല്ല ഈ ദോശ, കാസർഗോഡും കണ്ണൂരും പാലക്കാടൊക്കെ ഈ അരി അരച്ച ദോശ ഉണ്ട് എന്ന് പറഞ്ഞു കണ്ടിട്ടോ. സംഭവം സത്യത്തിൽ ഞാൻ വിചാരിച്ചത് ഈ അരി അരച്ച ദോശ നമ്മളെ മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടോ. അങ്ങനെ അല്ല കേട്ടോ സംഭവം എല്ലായിടത്തുണ്ട്. അപ്പോൾ ഈ ദോശ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ഉഴുന്ന് അരച്ചിട്ടുള്ള ദോശ അല്ലേ, അതല്ലേ എല്ലായിടത്തും ദോശ എന്ന് പറയല്ലേ. അപ്പോൾ അങ്ങനെ ആയിരുന്നു ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഈ അരി അരച്ച ദോശ എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ അപ്പം പെട്ടെന്നല്ലേ. അപ്പം മലപ്പുറത്തും പ്രത്യേകിച്ചാട്ടോ എല്ലാ വീടുകളിലും രാവിലെ അധികം ഈ ദോശ തന്നെ ആവില്ലേ. അധികം എന്നല്ല, മിക്കവാറും ഈ ദോശ തന്നെ ആവും. എല്ലാവരും ഉണ്ടാക്കി എളുപ്പമാണല്ലോ. നമുക്ക് തലേന്ന് അരച്ച് വെക്കുക ഒന്നും ചെയ്യണ്ട. തലേന്ന് പിന്നെ അരി വെള്ളത്തിലിടണം. ദോശ പൊടിയിട്ട് ദോശ ചുടുന്നവരും ഉണ്ടാവും. പിന്നെ ഇതിപ്പോൾ ഞാൻ അരി അരച്ചിട്ടാണ് ഇടുന്നത്. അങ്ങനെ ഇനിയില്ലേ ഞാനിതാ കറി പപ്പായക്കറി ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പപ്പായ ഉണ്ടായിരുന്നു, അത് കട്ടാക്കിയപ്പോൾ ചെറുതായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. പഴുക്കാന്ന് പറഞ്ഞാൽ ഒരു ചെനപ്പ് വരില്ല, അങ്ങനെ വന്നിട്ടുണ്ട്. ചെറിയൊരു മധുരം, പക്ഷേ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാനിതിപ്പോൾ കറി വെക്കണോ വെക്കണ്ടേ എന്നുള്ള ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു. പിന്നെ പച്ചക്കറി വേറെ കറി വെക്കാനായിട്ട് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ പിന്നെ അതന്നെ അങ്ങനെ കറിയൊക്കെ കാണിച്ചിട്ട് വെച്ചിട്ടു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇത്തിരി മുളക് പൊടി കൂടുതലിട്ടിട്ടാണ് എരിവൊന്ന് ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിൽ മുളക് പൊടി ഇത്തിരി കൂടുതലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് സാധാ ഞാൻ അധികം പച്ചമുളക് ആണ് പിന്നെ പപ്പായൊക്കെ കറി വെക്കുമ്പോൾ ഇടുക. ഇതിൽ ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുഭവം ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ പപ്പായ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ദോശ ചുടണ ഇടയിൽ കൂടെ നമ്മൾ ഉപ്പേരിക്കുള്ളൊക്കെ കട്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ബീട്രൂട്ടാണ് ഉപ്പേരിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് രാവിലെ പെട്ടെന്ന് ഇതിപ്പോൾ എനിക്ക് 8-8:30 ആകുമ്പോഴത്തേന് എൻ്റെ കിച്ചണിലെ പണികൾ ഫുള്ളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കണം പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീനിങ് പരിപാടിയല്ലേ, അത് പിന്നെ നമുക്ക് അകത്തുനിന്ന് ഇങ്ങനെ സാവധാനം ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ എന്താണ് ബീട്രൂട്ട് കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടുകൊടുത്ത് കറി വറവ് ചെയ്തു. അങ്ങനെ ഇനിയിപ്പോൾ ഇല്ലേ നമ്മളെ കുക്കിംഗ് പരിപാടി മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പാത്രം കഴുകാനുണ്ടാവും. അതെങ്ങനെ ആയാലും നമ്മളെ പണികൾ കഴിഞ്ഞാൽ കുറച്ച് പാത്രം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത്രേ പാത്രമുള്ളൂ കേട്ടോ ഇപ്പോൾ കഴുകാൻ. നമ്മൾ രാവിലെ മുതൽ പാത്രം ഇങ്ങനെ കൂട്ടിയിട്ടാണെങ്കിൽ എന്തോരം പാത്രങ്ങളുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ പിന്നെ മോൻസൊക്കെ ചായ കുടിക്കൽ കഴിഞ്ഞ് ആ ഒരു പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്, ആവുന്ന പാത്രങ്ങൾ നമ്മൾ അപ്പം കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാവുന്ന പാത്രങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ
ഇനിയിപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടയ്ക്കാം കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പ് തുടയ്ക്കണമെങ്കിലും നമ്മളിപ്പോൾ പിന്നെ കൗണ്ടർ ടോപ്പിൽ ഒരുപാട് കാര്യങ്ങളൊന്നും വാരി വലിച്ചിടരുത്. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ വെജിറ്റബിൾസ് കാര്യങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റുകളൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇടാതെ ഒരു പാത്രത്തിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് അത്രയും ക്ലീൻ ആക്കുന്നത് കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപാട് പിന്നെ നമ്മൾ ചില വീഡിയോയിൽ അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു കിച്ചണിൽ എന്തെങ്കിലും പണി കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിൽ നിറയെ സാധനങ്ങളും പാത്രങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും വെജിറ്റബിൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ അലങ്കോലമായിട്ട് എടുക്കുമല്ലോ, എന്താ കരിമുങ്കാട്ടിൽ ആന കയറിയ അവസ്ഥവും ചില കൗണ്ടർ ടോപ്പൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഈ അലങ്കോലായി എടുക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് പണിയെടുക്കാനുള്ള ഒരു എന്താ പറയുക ടെൻഡൻസി അങ്ങോട്ട് പോകും. ഒരു തരം മടുപ്പും കാര്യങ്ങളൊക്കെ വരും. ഇങ്ങനെ പാത്രം കഴുകാനായാലും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ കുറേ കാര്യങ്ങളായാലും ഇങ്ങനെ നിരന്നിരിക്കുമ്പോഴൊക്കെ നമുക്ക് എല്ലാത്തിനോടും ഒരു മടിയൊക്കെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ ക്ലീനാക്കി ഇങ്ങനെ കൊണ്ടെടുക്കുകയാണെങ്കിൽ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ അത് അതിൻ്റെ പണി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ വെക്കാം. അങ്ങനെ പരത്തിടാതെ അതാത് സ്ഥാനത്ത് വെച്ചാൽ നമുക്ക് എപ്പോഴും പണികളൊക്കെ ചെയ്യാനായിട്ടൊരു ഉന്മേഷം ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ എപ്പോഴും ഒരു എണ്ണ ഒക്കെ തെറിക്കുന്ന സംഭവമാണല്ലോ. കറി ഇപ്പം നമ്മൾ വറവിടലോ അതുപോലെ ഓരോ കാര്യങ്ങളും ഉപ്പേരി കാര്യങ്ങളൊക്കെ ഉണ്ടായാലും എന്തായാലും കടുക് പൊട്ടുമ്പോൾ എണ്ണ തെറിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പ് എപ്പോഴും തുടയ്ക്കുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് തുടക്കുന്ന ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം തുടക്കരുത്. ആദ്യം നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ സാധാ പേപ്പറോ വെച്ചിട്ട് ആദ്യം എണ്ണ ഇങ്ങോട്ട് തുടച്ചെടുക്കുക. എന്നിട്ട് സാധാ നമ്മളെ ക്ലോത്ത് വെച്ച് തുടക്കുകയാണെങ്കിൽ ആ എണ്ണയും കാര്യങ്ങളൊന്നും നമ്മളെ ക്ലോത്തിലാവാതെ ആ പേപ്പർ പിന്നെ നമുക്ക് കത്തിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. നമുക്ക് തീ നമ്മൾ പുറത്തെന്തായാലും തീ ഇടുമ്പോൾ അതിൽ കൊണ്ടിട്ടാൽ മതി. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല മീഷോന്ന് ഞാൻ അതുപോലെ ഒരു പിന്നെ സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കഴുകിയിട്ട് പിന്നെ യൂസ് ചെയ്യാം. എണ്ണയൊക്കെ ആണെങ്കിലും അത് കഴുകിയിട്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങുകയാണെങ്കിൽ അത്ര റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിന് അങ്ങനത്തെ പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിച്ചൺ എപ്പോഴും നീറ്റായി കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെയല്ലേ നമ്മളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കിച്ചണൊന്ന് ഞാൻ അടിച്ചൊക്കെ വാരി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടയ്ക്കുന്ന സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചവിട്ടിയും കാര്യങ്ങളൊക്കെ അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കല്ലിൽ കൊണ്ടിട്ട് പിന്നെ അലക്കാന്നുള്ളത് അങ്ങനെ കൊണ്ടുപോയി. പിന്നെ ഇനിയിപ്പോൾ അകത്ത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം 9 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. ഇത് കിച്ചണിലെ പണി ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് ഇത്ര ടൈമൊന്നും വേണ്ട കേട്ടോ കിച്ചണിൽ പണിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര ടൈം ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനെക്കാട് നമുക്ക് നേരത്തെ നമ്മളെ പണികളൊക്കെ കഴിക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുന്നവരെ